ലാഭത്തെക്കാൾ സേവനത്തെ മുൻനിർത്തിയൊരു ദൗത്യം. ഈ പ്രസ്ഥാനം ഈ കൊല്ലടയിൽ വന്നത് സമൂഹത്തിന്, സൊസൈറ്റിക്ക് ഏതെല്ലാം രീതിയിൽ ഉപകാരപ്രദമായി തീരും എന്നുള്ള ഓർത്ത ഞങ്ങളെ ഈ സ്നേഹവും കരുതലും നിറഞ്ഞൊരു കുടുംബം. വൈകല്യമുള്ള കുഞ്ഞുങ്ങൾക്ക് പുതിയ പ്രതീക്ഷ. 2-3 ഒട്ടിച്ച് ഇലയുടെ ഷേപ്പിൽ കട്ട് ചെയ്ത് എടുക്കുന്നതാണ്. ഇതും ന്യൂസ് പേപ്പറാണ്. റേഡിയോ ഇതും മൊത്തം ന്യൂസ് പേപ്പറാണ്. ഫുള്ള് ഹാർമോണിയം ഇതെല്ലാം ന്യൂസ് പേപ്പർ ഫുള്ളാണ്. ഇതെല്ലാം ന്യൂസ് പേപ്പർ വെച്ച് ഉണ്ടാക്കിയതാണ്. വയോധിക പാസ്റ്റർമാർക്ക് ആത്മീയവും സാമ്പത്തികവുമായ കൈത്താങ്ങ്. കുവൈറ്റിലുള്ള ജോലിയെക്കാളും എനിക്കിഷ്ടപ്പെട്ടത് ഇപ്പൊ ഇതാണ്. അന്ന് എനിക്കത് ഇഷ്ടമായിരുന്നു എങ്കിലും അതിനേക്കാളും ദൈവത്തിന്റെ ഒരു സ്നേഹം അനുഭവിപ്പാന്. പ്രകൃതിയോട് ചേർന്ന ക്യാമ്പ് അനുഭവങ്ങൾ. വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്. ഇവിടെ നിൽക്കാനും സംസാരിക്കാനും ഇറങ്ങി. അവർക്ക് പിന്നെ ഹട്ട് വേണം യൂസ് ചെയ്യാം. അവിടെ എവിടെ വേണമെങ്കിലും പോയിരുന്ന് അവരുടെ സമയം ചെലവഴിക്കാനും ഒക്കെ ആയിട്ട് സാഹചര്യങ്ങളും സാവകാശങ്ങളും ഉണ്ട്. ഫെയ്ത്ത് ഹോം ആൻഡ് ഗുഡ് എർത്ത് കൊല്ലക്കടവ്. ഈ മഹത്തായ സേവനത്തിന്റെ പിന്നിലെ കഥയറിയാൻ കാണൂ പ്രത്യേക അഭിമുഖം. തുടർന്ന് ഈ പ്രസ്ഥാനത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവായിരിക്കുന്ന സിസ്റ്റർ ജെസ്സി റോയി നമ്മളോട് സംസാരിക്കുന്നു. സിസ്റ്റർ ജെസ്സി റോയിയെ ഗുഡ് ന്യൂസിന്റെ ഈ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഫെയ്ത്ത് ഹോം ആൻഡ് ഗുഡ് എർത്ത് എന്ന ഈ പ്രസ്ഥാനത്തിന്റെ അഡ്മിനിസ്ട്രേറ്റർ എന്ന പദവി എന്ന് ഞാൻ ഉപയോഗിക്കുന്നില്ല. ഈ ശുശ്രൂഷ എങ്ങനെ കാണുന്നു? ഫെയ്ത്ത് ഹോം ആൻഡ് ഗുഡ് എർത്തിന്റെ അഡ്മിനിസ്ട്രേറ്ററെ വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ ദൈവത്തിന് സർവ്വമഹത്വം അർപ്പിക്കുന്നു. ഇതൊരു നല്ല സേവനമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഞാൻ ഉദ്ദേശിച്ചതിലും ഞാൻ വിദേശത്ത് ജോലി ചെയ്യുമായിരുന്നു. കുവൈറ്റിലായിരുന്നു 22 വർഷം. അവിടുന്ന് വന്നപ്പോഴത്തെ മാനസികാവസ്ഥയല്ല ഇപ്പോൾ ഇവിടെ ഞാൻ ജോലിക്ക് കയറി കഴിഞ്ഞപ്പോൾ നല്ലൊരു സേവനമായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്യുന്നത്. ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഇവിടെ താമസത്തിനായിട്ട് 5-6 ഫാമിലി ഉണ്ട്. അവര് കൂടുതലും അപ്പച്ചനും അമ്മച്ചിമാരാണ്. ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ അവരെല്ലാം ഇറങ്ങി വെളിയിൽ നിൽക്കുക. അവരെ കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല സന്തോഷമാണ്. അവർ വന്ന് എന്തുകൊണ്ട് മോളെ വിശേഷം, അവിടെ വീട്ടിലെല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ, ഇവരുടെ വിശേഷമൊക്കെ ഓരോ റൂം വഴി ഞാൻ പോകും. അപ്പൊ അവരോടൊക്കെ വിശേഷങ്ങളൊക്കെ തിരക്കി അവരുടെ രോഗവിവരങ്ങളൊക്കെ തിരക്കുമ്പോൾ അവരുടെ മുഖത്തെ ആ പുഞ്ചിരി, അവരുടെ ആ ഇഷ്ടമൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും ദൈവം നമുക്ക് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും, വലിയ പ്രാസംഗികരോ അങ്ങനൊന്നും ചെയ്യാൻ പറ്റിയില്ല, ചെറിയ കാര്യങ്ങൾ ദൈവസന്നിധി ചെയ്യുവാൻ നമുക്ക് പറ്റുന്നെങ്കിൽ അത് ഏറ്റവും ശ്രേഷ്ഠമായി കരുതുന്നു ഞാൻ. കൂടാതെ നമ്മുടെ ഇവിടെ പഠിക്കുന്ന ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങളുണ്ട്. അവരെ കാണുമ്പോൾ തീർച്ചയായിട്ടും ഭയങ്കര സന്തോഷമാണ്. കാരണം അവർക്ക് വീട്ടിലെപ്പോഴും ഉപേക്ഷിക്കപ്പെട്ട് അല്ല ഒറ്റപ്പെട്ട് കിടക്കുന്ന കുഞ്ഞുങ്ങളെ ഇവിടെ കൊണ്ടുവന്നു കഴിയുമ്പോൾ അവരുടെ സന്തോഷം, ചിരി, ഡാൻസ്, അവരോടൊപ്പം സമയം ചെലവഴിക്കുന്ന സമയം പോകുന്നത് പോലും നമ്മൾ അറിയത്തില്ല. അത് വലിയ അനുഗ്രഹമാണ്. അതുപോലെ നമ്മുടെ പാസ്റ്റേഴ്സ് വരുമ്പോൾ, സീനിയർ പാസ്റ്റേഴ്സിന്റെ മീറ്റിംഗ് വരുമ്പോഴും ഓരോ മീറ്റിംഗ് കഴിയുമ്പോഴും നമുക്ക് ഓരോ ഉത്സവം പോലെ ഒരു പ്രതീതിയാണ്. ശനിയാഴ്ച വെള്ളിയാഴ്ച ആകുമ്പോൾ തന്നെ നമ്മളെല്ലാം റെഡിയാക്കി പിറ്റേ ദിവസം വലിയൊരു മീറ്റിംഗ് കഴിഞ്ഞ് കുറെ ആൾക്കാർ വന്നു പോകുന്നു. അത് വളരെ സന്തോഷമാണ്. പ്രത്യേകിച്ച് നമ്മുടെ പാസ്റ്റർ എബ്രഹാം ജോർജിനോട് കൂടെയുള്ള നേതൃത്വത്തിൽ നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ വളരെ കംഫർട്ടബിൾ ആയിട്ട് പാസ്റ്റർ എല്ലാ തരത്തിലും നമുക്ക് വേണ്ടത് എല്ലാ സഹായങ്ങളും ചെയ്തു തരുന്ന എല്ലാ നേതൃത്വവും ചെയ്തു തരുന്നുണ്ട്. അത് വളരെ സന്തോഷമാണ്. കൂടെ ഇവിടെയുള്ള ജോലിക്കാരൊക്കെ നമ്മൾ സന്തോഷമായിട്ട് തന്നെ നിൽക്കുവാൻ ദൈവം സഹായിക്കുന്നു. കുവൈറ്റിൽ നല്ല ജോലി, കൃത്യമായ നല്ല സാലറി. ഇവിടെ ഒരു ശുശ്രൂഷ എന്നുള്ള നിലയിൽ കർത്താവിന്റെ നാമമഹത്വത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. അപ്പോൾ തന്നെ മറ്റുള്ളവരുടെ ആശ്വാസമായി അങ്ങയുടെ ശുശ്രൂഷ പരിണമിക്കുന്നു. ഇതിൽ ഏതാണ് യഥാർത്ഥ സന്തോഷം? കുവൈറ്റിലെ മെച്ചപ്പെട്ട സാലറി ആയിരുന്നോ, ഇവിടെയുള്ള ശുശ്രൂഷയായിരുന്നു? അത് പറയുമ്പോൾ കുവൈറ്റില് ഞാൻ എൻ്റെ ഹസ്ബൻഡും കുഞ്ഞുങ്ങളും ഒന്നിച്ച് ഞങ്ങൾ അവിടെ വർക്ക് ചെയ്ത് ഫാമിലിയുടേതായ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. അതിൻ്റെതായ സന്തോഷം അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടെ വന്ന ശേഷം അതെനിക്ക് ഒട്ടും ഒരു വിഷമമായിട്ട് തീർന്നില്ല. കാരണം എനിക്ക് വീട്ടില് 2 അപ്പച്ചന്മാരും ഒരു അമ്മച്ചിയുണ്ട്. അപ്പച്ചൻ എൻ്റെ ഹസ്ബൻഡിന്റെ ഫാദറിന്റെ ഒരു ജ്യേഷ്ഠൻ കല്യാണം കഴിക്കാത്ത ആളുണ്ട്. പുള്ളി നമ്മുടെ കൂടെയാണ്. അപ്പൊ 2 അപ്പച്ചന്മാരും ഉണ്ട്, ഒരമ്മച്ചിയുണ്ട്. അവരെ കണ്ടു കഴിഞ്ഞ് അവരുടെ കൂട്ടത്തിൽ നിന്ന് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക രാവിലെ.
അത് കഴിഞ്ഞ് ഇവിടെ വന്നു. അങ്ങനെ ഞാൻ ഫുൾ എൻഗേജ് ആണ്. ഇതൊരു വിഷമമായിട്ടല്ല, തീർച്ചയായും ഇതൊരു വലിയ സന്തോഷമായിട്ടും ദൈവസന്നിധിയിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന വലിയ കാര്യമായിട്ടുമാണ് ഞാൻ കരുതുന്നത്. കുവൈറ്റിലുള്ള ജോലിയെക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇപ്പൊ ഇതാണ്. അന്ന് എനിക്കത് ഇഷ്ടമായിരുന്നു, എങ്കിലും അതിനേക്കാളും ദൈവത്തിന്റെ ഒരു സ്നേഹം അനുഭവിപ്പാന്, മറ്റുള്ളവരോട് നമുക്ക് എന്താ ദൈവം പറഞ്ഞതിൽ ചെറിയ വിരൽ അനക്കാൻ പറ്റിയെങ്കിൽ അത് ഏറ്റവും നന്നായിട്ട് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത്രയും ദൈവം എന്നെ നടത്തി, അതിൽ സന്തോഷം തന്നെ ഉള്ളൂ. അവിടെ ഭൗതിക സന്തോഷം താങ്കൾക്കുണ്ടായിരുന്നു, എന്നാൽ ആത്മിക സന്തോഷം അവിടുത്തേക്കാളിലും ഇവിടെ താങ്കൾ അനുഭവിക്കുന്നു എന്നല്ലേ പറഞ്ഞതിന്റെ ആശയം? അതെ, തീർച്ചയായും. ഈ പ്രസ്ഥാനത്തിൽ പല വിഭവങ്ങൾ കൃഷി ചെയ്യുന്നു എന്ന് അറിഞ്ഞിട്ടുണ്ട്, കുറേയൊക്കെ കണ്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച്, ആ കൃഷി കാര്യങ്ങളെക്കുറിച്ച്, അത് എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിക്കാമോ? തീർച്ചയായും. നമുക്കിവിടെ ഒരു ഫാം ഉണ്ട്. ആ ഫാമില് നമുക്ക് പച്ചക്കറിയുണ്ട്, പലതരത്തിലുള്ള പച്ചക്കറികളുണ്ട്. അത് നമ്മുടെ ഇവിടുത്തെ ആവശ്യത്തിന് വേണ്ടി, ഇവിടെ താമസിക്കുന്നവർക്ക് ഫുഡ് ഉണ്ടാക്കാൻ, ക്യാമ്പുകാർക്ക് ഫുഡ് ഉണ്ടാക്കാൻ, അങ്ങനെ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി തന്നെ എടുക്കുന്നത് മിക്കവാറും. പിന്നെ അധികം വന്നാൽ മാത്രമേ ഉള്ളൂ നമ്മൾ വെളിയിലോട്ട് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് കോഴികളുണ്ട്, കോഴികളുടെ മുട്ട നമ്മൾ സെയിലാക്കുന്നുണ്ട്, പിന്നെ ഇവിടെ എടുക്കുന്നുണ്ട്. പിന്നെ താറാവ്, ആട്, പശു, ഇതെല്ലാം ഉണ്ട്. നമുക്ക് മീനുണ്ട്. മീനൊക്കെ ഹാർവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ആവശ്യത്തിന് എടുത്തതിന് ശേഷം ഉള്ളത് നമ്മൾ വെളിയിൽ കൊടുക്കും. ഒരു മിതമായ റേറ്റിൽ, എല്ലായിടത്തും എടുക്കുന്ന പോലെ അല്ല, അതിൽ ഇച്ചിരി വില കുറച്ച്, അതായത് നമ്മുടെ സ്ഥാപനത്തിന് ചേരുന്ന ഒരു നിലയ്ക്കും വിലയ്ക്കും തന്നെയാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. ഏറ്റവും കൃത്യമായിട്ട് നല്ല സാധനങ്ങൾ കൊടുക്കാനായിട്ടും ഓർഗാനിക് ആയിട്ടുള്ള കൃഷികൾ നമ്മൾ ചെയ്യുവാൻ, നമ്മൾ വെളിയിൽ നിന്ന് വളമൊന്നും വാങ്ങിച്ചിട്ടല്ല ഒന്നും ഉണ്ടാക്കുന്നത്. എല്ലാം നമ്മുടെ തന്നെ പശുവിന്റെ ആടിന്റെയും ഫെർട്ടിലൈസ് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ തന്നെ നമ്മുടെ മീനാണെങ്കിലും നല്ല നമ്മൾ വെളിയിൽ നിന്നുള്ള അഴുക്ക് ഫുഡുകളൊന്നും കൊടുത്തല്ല ഇതിനെ ഒന്നിനെ നോക്കുന്നത്. എല്ലാം നമ്മുടേതായ ജൈവമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നു. ഏറ്റവും നന്നായിട്ട് പോകുന്നത്. നമ്മുടെ ഇടയിൽ അനേക സഹോദരിമാരുടെ മനസ്സിൽ ഇങ്ങനെയുള്ള ആളുകളെ ശുശ്രൂഷിക്കണം, പിതാക്കന്മാരെ, ഭിന്നശേഷിക്കാരായ ആളുകളെ എന്നൊക്കെ താല്പര്യമുള്ള അനേക സഹോദരിമാർ ഉണ്ട്. എന്നാൽ എന്തൊക്കെയോ സാഹചര്യങ്ങൾ കൊണ്ട് അവർക്ക് പൂർണ്ണമായി ഇറങ്ങി തിരിക്കുവാനായിട്ട് കഴിയുന്നില്ല. അവരോട് പറയുവാനുള്ള ഒരു ലഘു സന്ദേശം എന്ന് പറയണം. എന്റെ അനുഭവത്തിൽ കൂടെ പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു സ്റ്റെപ്പ്, നമ്മുടെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ഒരു സ്റ്റെപ്പ് എടുത്തു വെക്കുമ്പോൾ ദൈവം നമുക്ക് മുന്നമേ ഓടും. നമ്മൾ വിചാരിക്കും, ഞാൻ തന്നെ അവിടെ വെച്ച് വിചാരിച്ചു എങ്ങനെ ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യാൻ പറ്റും. പക്ഷെ അതിനുപരിയായി നമ്മൾ ഒരു സ്റ്റെപ്പ് എടുത്തു വെക്കുമ്പോൾ കർത്താവ് നമുക്ക് മുന്നമേ 2 സ്റ്റെപ്പ് കർത്താവ് വെക്കും. പിന്നെ നമുക്കത് ഇഷ്ടമാണ്, നമ്മുടെ മനസ്സിന് അത് അംഗീകരിക്കാൻ പറ്റുന്നെങ്കിൽ തീർച്ചയായും അത് ദൈവത്തിന്റെ കാര്യങ്ങൾ വിട്ടുകൊടുത്താൽ ദൈവം അത് നന്നായി ചെയ്യും. ഫെയ്ത്ത് ഹോം ആൻഡ് ഗുഡ് എർത്ത് എന്ന ഈ പ്രസ്ഥാനത്തിൽ പല ക്യാമ്പുകൾ നടന്നിട്ടുണ്ട്. പലരും ഇപ്പോൾ ആദ്യം തിരഞ്ഞെടുക്കുന്നത് ഈ സ്ഥലമാണ്. അതിനുള്ള കാരണം ഒരുപക്ഷെ ഭൗതികമായ ചെലവിൻ്റെ കുറവായിരിക്കാം, ഇവിടെയുള്ള അവർക്ക് അനുകൂലമായ സാഹചര്യങ്ങളായിരിക്കാം, ഈ പ്രസ്ഥാനത്തിൻ്റെ ദൈവദാസന്മാരുടെയും ദാസിമാരുടെയും ഇടപെടലായിരിക്കാം. ആ കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? തീർച്ചയായും. നമുക്ക് ദൈവത്തിന്റെ അനുഗ്രഹത്താൽ നല്ലൊരു ക്യാമ്പ് സെന്റർ ഇവിടെ ഉണ്ടാകുവാൻ ദൈവം സഹായിച്ചു. നമ്മുടെ ക്യാമ്പ് സെന്ററിന് നമുക്ക് അവർക്ക് താമസിക്കാനായിട്ട് പ്രത്യേകമായിട്ട് ഡോമെട്രി ഉണ്ട്. ആ ഡോമെട്രിയിൽ ഏകദേശം 200 കുഞ്ഞുങ്ങളോളം നമുക്ക് അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് റൂംസ് അവൈലബിൾ ഉണ്ട്. ടീച്ചേഴ്സ് യൂഷ്വലി ഇവിടെ വരുന്ന ക്യാമ്പ്സ് കുഞ്ഞുങ്ങള് ഡോമെട്രിയിലും ടീച്ചേഴ്സിന് സ്പെഷ്യലായിട്ട് ഒരു റൂം എടുക്കാറുണ്ട്. എങ്ങനെ വേണേലും ചെയ്യാം, അവരുടെ ഇഷ്ടം, അവരുടെ ചോയ്സ് പോലെ. അങ്ങനെ അത് നമ്മളൊരു സ്പെഷ്യൽ പാക്കേജ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഫുഡും ഡോമെട്രിയും നമ്മുടെ ഓഡിറ്റോറിയം എല്ലാം കൂടെ ചേർത്ത് സ്പെഷ്യൽ പാക്കേജ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അല്ലാതെയും അവർക്ക് എടുക്കാം, ഫുഡിന് സെപ്പറേറ്റ്, ഡോമെട്രിക്ക് സെപ്പറേറ്റ്, അങ്ങനെ ഏത് വിധത്തിൽ വേണമെങ്കിലും അവർക്ക് നമ്മളോട് സംസാരിച്ച് അവരുടെ ഇഷ്ടം പോലെ എടുക്കാം. നമുക്ക് 2 ഓഡിറ്റോറിയം ഉണ്ട്. ഒന്ന് ആരാധനയ്ക്കായിട്ടുള്ള, അതിൽ ഏകദേശം 250 സീറ്റോളം ഇടാവുന്ന ഒരു ആരാധനാലയം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനകത്ത് ഫുഡൊന്നും കയറ്റത്തില്ല, വർഷിപ്പിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ്. അത് നമ്മുടെ KTMCCയുടെ ഓഡിറ്റോറിയമാണ്. KTMCC നമുക്ക് വേണ്ടി ഡൊണേറ്റ് ചെയ്ത ഓഡിറ്റോറിയമാണ്.
രണ്ടാമത് ഒരെണ്ണമുള്ള മെസ് ഹോളായിട്ട് നമ്മൾ എടുത്തേക്കുന്നത്. ആ മെസ് ഹോളിലാണ് ഇവിടെ ആരാധന കഴിഞ്ഞ് കുഞ്ഞുങ്ങളെ അവിടെ കൊണ്ടുപോയി ഒരു മെസ് ഹോളിലാണ് നമ്മൾ ഫുഡെല്ലാം കൊടുക്കുന്നത്. അപ്പൊ അവിടെ തന്നെ അവർക്ക് കൈ കഴുകാനുള്ള സൗകര്യം, ബാത്റൂമിൽ പോകാനുള്ള സൗകര്യം എല്ലാം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ തന്നെ നമ്മുടെ ആൾക്കാർ തന്നെ നിന്ന് എല്ലാം സെർവ് ചെയ്ത് അവർക്ക് കൊടുക്കും. അത് ഉണ്ട്. പിന്നെ അവർക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ഇങ്ങനെ വെറുതെ ഒന്ന് നടക്കാനായിട്ട് ഇതിലിങ്ങനെ കോമ്പൗണ്ടിലൂടെ നമുക്ക് പോകാൻ പറ്റും. അങ്ങ് നമുക്കൊരു എക്കോ ഫ്രണ്ട്ലി ലൈബ്രറി ഉണ്ട് താഴെ. അവിടെ ഒക്കെ പോയി അവർക്ക് ഇരിക്കാനും സ്വസ്ഥമായിട്ട് സമയങ്ങൾ ചെലവഴിക്കാനും പറ്റും. പിന്നെ ഈ കഴിഞ്ഞ ക്യാമ്പുകളൊക്കെ വളരെ അനുഗ്രഹമായിട്ട്, ശരിക്കും പറയാം, ഒരു 3 days ക്യാമ്പ് കഴിയുമ്പോൾ നല്ലൊരു സന്തോഷമാണ്. എന്തോ ഭയങ്കര ഒരു മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് അവരും നമ്മളും എല്ലാം ഒന്നായ മാതിരി ഒരു ഭയങ്കര സന്തോഷമാണ്. അത് കൂടാതെ നമ്മുടെ കുഞ്ഞുങ്ങൾ അഭിഷേകം പ്രാപിച്ച് കുഞ്ഞുങ്ങൾ കരഞ്ഞ് ദൈവത്തിന് നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഇന്നത്തെ കാലത്ത് തലമുറകൾ നശിച്ചു പോകുന്ന ഈ കാലത്ത് ദൈവത്തിന്റെ വചനം കേൾക്കുവാനും അതിൽ സന്തോഷിക്കുവാനും കുഞ്ഞുങ്ങൾക്ക് കഴിയുന്നു. അതിനൊരു സാഹചര്യം ഒരുക്കി കൊടുക്കുവാൻ ഞങ്ങൾക്ക് കഴിയുന്നു. അതിന് ദൈവത്തിന് നന്ദി സ്തോത്രം ചെയ്യുന്നു. ദൈവം അതിനെ ഇനിയും കൂടുതലായി കുഞ്ഞുങ്ങളെ കൊണ്ടുവരുവാനും അനുഗ്രഹിക്കുവാനും ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ അവർ തീർച്ചയായിട്ടും കംഫർട്ടബിൾ ആണ്. ഇപ്പൊ ഇതുവരെ നടന്നിട്ടുള്ള എല്ലാ ക്യാമ്പിലും അവരുടെ ഫീഡ്ബാക്ക് വളരെ നന്നായിരുന്നു. വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്. ഇവിടെ നിൽക്കാനും സംസാരിക്കാനും ഇറങ്ങി അവർക്ക് പിന്നെ ഹട്ട് വേണം യൂസ് ചെയ്യാം. അവിടെ എവിടെ വേണമെങ്കിലും പോയി ഇരുന്ന് അവരുടെ സമയം ചെലവഴിക്കാനും ഒക്കെ ആയിട്ട് സാഹചര്യങ്ങളും സാവകാശങ്ങളും ഉണ്ട്. ഈ ക്യാമ്പ് സൈറ്റിൽ ക്യാമ്പ് നടത്തുവാൻ താല്പര്യപ്പെടുന്നു എങ്കിൽ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു 3 ദിവസത്തെ ക്യാമ്പ് ആണെങ്കിൽ അവരുടെ എക്സ്പെൻസ്, മറ്റു കാര്യങ്ങൾ ഒന്ന് വിശദീകരിക്കാം. അവര് നമ്മളെ വിളിക്കുക. ആദ്യം അവർക്ക് എവിടുന്നേലും കോണ്ടാക്ട് കിട്ടുമല്ലോ, അവര് നമ്മളെ വിളിച്ചിട്ട് അവരുടെ ആവശ്യം, അവരുടെ ഡിമാൻഡ്സ് എന്താണെന്ന് നമ്മൾ ചോദിച്ച് അവരുമായിട്ട് സംസാരിക്കുക. നമുക്കൊരു ഫോം ഉണ്ട്. ആ ഫോം ഫില്ല് ചെയ്ത് അവർ ബുക്ക് ചെയ്യണം. ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്ലോട്ട് അവൈലബിൾ ആണെങ്കിൽ നമ്മൾ അവരോട് സംസാരിക്കും. നമുക്ക് സ്പെഷ്യൽ പാക്കേജിന് നമുക്കൊരു മെനു ഉണ്ട്. ആ മെനു നമ്മൾ അവർക്ക് അയച്ചു കൊടുക്കും. അവർക്ക് എന്തെങ്കിലും ചേഞ്ചസ് അതിനകത്ത് വരുത്തണമെങ്കിൽ അത് വരുത്തി അവരുടെയും കൂടെ കാര്യം നമ്മൾ കേട്ട്, നമ്മുടെ സ്വന്തം ഇഷ്ടത്തിനല്ല ഫുഡ് കൊടുക്കുന്നത്, അവരുടെയും കൂടെ കാര്യങ്ങൾ നമ്മൾ കേട്ട് അതിനനുസരിച്ചുള്ള ഫുഡ് റെഡിയാക്കിയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതൊരു പാസ്റ്റർ പറഞ്ഞതുപോലെ ഇതൊരു ബിസിനസ് മൈൻഡഡ് ആയിട്ട് ചെയ്യുന്നതല്ല, ശുശ്രൂഷയുടെ ഭാഗമായിട്ട് ചെയ്യുന്ന പോലെ ഏറ്റവും ചെറിയ റേറ്റിൽ നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റുന്ന റേറ്റിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അവർ ഇത്രയുള്ള നമ്മളെ കോണ്ടാക്ട് ചെയ്യുക, നമ്മൾ അതിന്റെ ഫോം ഫില്ല് ചെയ്യുക, അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യുക, അഡ്വാൻസ് തരിക. ബുക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മളത് ഫുഡിന്റെ എല്ലാം നമ്മൾ തന്നെ അവരുമായിട്ട് ഡിസ്കസ് ചെയ്യും. കൊല്ലകടവ് ഫെയ്ത്ത് ഹോമിൽ 20-ൽ പരം ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങൾ അവർക്ക് ആവശ്യമുള്ള ക്ലാസുകൾ നൽകുകയും പരിശീലന കൊടുക്കുകയും അത് പ്രവൃത്തി പദത്തിലേക്ക് ആക്കുകയും ചെയ്യുന്ന മനോഹരമായ സാഹചര്യം ഇവിടെയുണ്ട്. ഈ കാണുന്ന ക്രാഫ്റ്റുകളൊക്കെ ഇവിടെയുള്ള ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങളുടെ കരത്താൽ മെനഞ്ഞെടുത്തതാണ്. ഈ കാണുന്ന ഈ മനോഹരമായ സൃഷ്ടി എനിക്ക് തോന്നുന്നു ദിനപത്രം വായിച്ചതിന് ശേഷം അത് ചുരുളായി എടുത്ത് മനോഹരമായ നിറങ്ങൾ കൊടുത്തതാണ് എന്ന് തോന്നുന്നു. അതിന്റെ ഒരു സൃഷ്ടിയെ കുറിച്ചൊന്ന് വിശദീകരിക്കാം. തീർച്ചയായും ഇത് നമ്മുടെ കുഞ്ഞുങ്ങള്, ഇവിടെ പഠിക്കുന്ന ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങള് അവരിവിടെ വരുമ്പോൾ അവരെ കൊണ്ട് ഓരോ ക്രാഫ്റ്റ് നമ്മൾ ചെയ്യിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ വായിച്ചു കഴിഞ്ഞ ന്യൂസ് പേപ്പർ വെറുതെ വേസ്റ്റ് ആക്കി കളയാതെ അത് ചുരുട്ടി
അത് വെച്ചാണ് ഈ ഫ്ലവർ ഉണ്ടാക്കിയത്. അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ടീച്ചർ ഇവിടെ ഉണ്ട്. ടീച്ചർ പറയും. പിന്നെ അവര് അതുപോലെ തന്നെ ഉണ്ടാക്കിയ ഓരോ സാധനങ്ങളാണ്. ഇത് ചിരട്ടയിൽ ഉണ്ടാക്കിയ സാധനങ്ങൾ. ഇതെല്ലാം മിക്കവാറും ന്യൂസ് പേപ്പറിൽ ചെയ്ത സാധനങ്ങളാണ്. കുഞ്ഞുങ്ങൾ വെറുതെ ഇരുന്ന് ബോറടിക്കാതെ അവർക്ക് വീട്ടിലിരിക്കുന്നതിനെക്കാട്ടി ഇഷ്ടം ഇവിടെ സ്കൂളിൽ വരുന്നതാണ്. നമ്മുടെ വണ്ടിയിൽ പോയി അവരെ വിളിച്ചുകൊണ്ട് വരും. അത് കഴിഞ്ഞ് അവിടെ ചായ ഒക്കെ കൊടുത്തിട്ട് ഇവരെ ഇവിടെ ഇരുത്തി ഇതൊക്കെ ഉണ്ടാക്കിക്കും. അത് കഴിഞ്ഞ് ഊണ് കൊടുത്തിട്ട് അവരെ നമ്മൾ തിരിച്ച് നമ്മുടെ വണ്ടിയിൽ തന്നെ അവരുടെ വീടുകളിൽ അവരുടെ രക്ഷിതാക്കളുടെ കൈകളിൽ ഏൽപ്പിക്കും. അത്ര സേഫ് ആയിട്ടാണ് കൊണ്ടുവരികയും ചെയ്യുന്നത്. ഇവിടെ അടുത്തുള്ള ഈ പ്രദേശത്തിന് അടുത്തുള്ള പ്രദേശങ്ങളിലുള്ള കുഞ്ഞുങ്ങളെയാണ് കൊണ്ടുവരുന്നത്. നമുക്ക് 13 കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു. ഒരാളുടെ കല്യാണം കഴിഞ്ഞ ഒരാൾക്ക് കുഞ്ഞുണ്ട്, ഒരാൾ കടയിട്ടിരിക്കുന്നു. അങ്ങനെ ചെറിയ ചെറിയ രീതിയിൽ അവർക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും അതിന് നമ്മൾ അവരെ സഹായിക്കുകയാണ്. അതിന് നമ്മുടെ ടീച്ചറാണ് അതെല്ലാം അവരെ ശീലിപ്പിക്കുന്നത് ചെയ്യാനായിട്ട്. ഒരാൾക്ക് പേപ്പർ ചുരുട്ടാൻ പറ്റും, മറ്റൊരാൾക്ക് അപ്പൊ അത് പെയിന്റ് അടിക്കാൻ പറ്റും. അവർക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അവരെ നമ്മൾ കൊണ്ടുവന്ന് ഡാൻസ് കളിപ്പിക്കുക, പാട്ട് പാടിക്കുക, ഇങ്ങനെ അവരുടെ എന്റർടൈൻമെന്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. അതുകൂടെ അവർക്കൊരു സന്തോഷം, നമുക്ക് അതിലേറെ സന്തോഷം നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് അത്രയും ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന ദൈവതത്വമായ കഴിവുകളെ വികസിപ്പിച്ചെടുക്കുക, അത് വളരെ ക്ഷമയോടുകൂടി അതിന് പിന്നിൽ പരിശീലനം കൊടുക്കണമല്ലോ. അത് ആരൊക്കെയാണ് ആ പരിശീലനം നൽകുന്നത്? അതെ, തീർച്ചയായിട്ടും വളരെ ക്ഷമ വേണം. കാരണം അവർ പെട്ടെന്ന് മറന്നു പോകുന്ന ഒരു സ്വഭാവം ഉണ്ട് അവർക്ക്. നമ്മൾ പുറകെ ഒരു ഡാൻസ് ആണെങ്കിൽ തന്നെ അവരെ കളിപ്പിച്ച് നമ്മൾ പുറകെ നിന്ന് ഒന്നും കൂടെ ഒന്ന് കാണിച്ചു കൊടുത്തെങ്കിൽ അവരങ്ങ് ചെയ്തോളൂ. അപ്പൊ വളരെ ക്ഷമയോട്, വളരെ സ്നേഹത്തോടെ, ഒത്തിരി പ്രാവശ്യം പറഞ്ഞു കൊടുത്ത് ഒക്കെയാണ് ചെയ്യേണ്ടത്. ഇതിന് മുന്നിൽ നമ്മുടെ സ്കൂളിന്റെ മെയിൻ ആയിട്ടുള്ള ആള് ശ്രീ രാജൻ കൈപ്പള്ളി എന്ന് പറയുന്ന ആളാണ്, സാറാണ് നമുക്കുള്ളത്. സാറാണ് ഇവരെ ഗൈഡ് ചെയ്യുന്നതും കൊണ്ടുവരുന്നതും എല്ലാം. എന്നാൽ ഈ പ്രാക്ടീസുകളൊക്കെ ചെയ്യിപ്പിക്കുന്നതും ഓരോന്ന് ഉണ്ടാക്കിക്കുന്നത്, ഡാൻസ് പഠിപ്പിക്കുന്നത്, അതിനെല്ലാം നമ്മുടെ ടീച്ചറാണ്. ടീച്ചർ ആൻമേരിയ എന്നാണ് ടീച്ചറുടെ പേര്. പുള്ളിക്കാരിയാണ് കുഞ്ഞുങ്ങളോട് കൂടെ ഇരുന്ന് അവരിൽ ഒരാളെ പോലെ ഇരുന്ന് അങ്ങ് ഉണ്ടാക്കിക്കുകയാണ്. ടീച്ചർ അതിനെ കുറിച്ച് വിശദീകരിക്കും. ഈ സൃഷ്ടികളൊക്കെ ഏതെങ്കിലും ഒരു കുട്ടിയുടെ കരത്താൽ സൃഷ്ടിക്കപ്പെട്ടതാണോ? അങ്ങനെ എല്ലാവർക്കും പറ്റില്ല. ഓരോരുത്തർക്കും ഓരോ കഴിവാണ്. ഒരു മോനാണ് പേപ്പർ ചുരുട്ടുന്നത്, ഒരു മോനാണ് അത് ഒട്ടിക്കുന്നത്, വേറൊരു മോനാണ് അത് പെയിന്റ് ചെയ്യുന്നത്. പറഞ്ഞാൽ ഒരു കുട്ടി അത് ചുരുട്ടിയാൽ മറ്റൊരു കുട്ടി അത് ഒട്ടിക്കും, വേറൊരു കുട്ടി അത് പെയിന്റ് ചെയ്യും. എല്ലാം ചെയ്തു വരുമ്പോ ഞങ്ങൾ എല്ലാരും കൂടി ചേർത്ത് എടുക്കുന്ന രൂപങ്ങളാണ് ഇതെല്ലാം. ഇതൊക്കെ ആണെങ്കിൽ ഒരു കുട്ടിയാണ് പോളിഷ് ചെയ്യുന്നത്. ഇത് നമ്മൾ സാൻഡ് പേപ്പർ ഇട്ട് പോളിഷ് ചെയ്യണം. ഇത് നമ്മൾ മുറിക്കുന്നതൊക്കെ നമ്മൾ വലിയവരാണ്. ഒട്ടിക്കുന്നതെല്ലാം അവരാണ് പറഞ്ഞു കൊടുക്കണം. ഇന്നത് ഈ റിങ് വെച്ച് അടുത്തത് വെച്ച് ഒട്ടിക്കണം. അപ്പൊ അതൊക്കെ ഒട്ടിക്കും. ഇതെല്ലാം നല്ല ഇച്ചിരി മെനക്കേടാണ് സാൻഡ് പേപ്പർ ഇട്ട് നല്ല പോളിഷ് ചെയ്ത് എടുത്തു വരുന്നത്. ഇത് പിസ്താ തോടിൽ പൂവൊക്കെ ഉണ്ടാക്കി അതെല്ലാം അവരാണ് ഒട്ടിക്കുന്നത്. പറഞ്ഞു കൊടുക്കണം, നമ്മൾ കൂടെ ഇരുന്ന് ഇത് ചെയ് അടുത്ത ദിവസം അങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കണം ചെയ്യാനായി. കുട്ടികൾ ഉണ്ടാക്കിയ ക്രാഫ്റ്റ് ഒരു പക്ഷേ ഇത്രമാത്രമായിരിക്കില്ലല്ലോ. ഇല്ല. അങ്ങനെയെങ്കിൽ ആ ബാക്കിയുള്ള സൃഷ്ടികൾ അത് എന്തെങ്കിലും ഞങ്ങൾ പ്രദർശനം നടത്താറുണ്ട്. നിറയെ സ്റ്റോക്ക് ഒത്തിരി ആകുമ്പം ഈയിടെ 2-3 പ്രദർശനം നടന്നു. എല്ലാരും കുട്ടികൾ ഉണ്ടാക്കിയതാന്ന് അറിഞ്ഞപ്പോ എല്ലാരും വാങ്ങിച്ചുകൊണ്ട് പോയി. അവർക്ക് ആ വരുമാനം അവർക്കാണ് ഇവിടുന്ന് കൊടുക്കുന്നത്. ഫെയ്ത്തോമിലുള്ളവര് ആ വരുമാനം മക്കൾക്കാണ് കൊടുക്കുന്നത്. ഈ കുഞ്ഞുങ്ങൾ സൃഷ്ടിക്കുന്ന ഈ സൃഷ്ടി അത് മറ്റാരെങ്കിലും അത് വിലക്ക് വാങ്ങും. ആ വരുമാനം ഈ കുഞ്ഞുങ്ങൾക്ക് തന്നെ തിരികെ വീതിച്ചു കൊടുക്കും എല്ലാവർക്കും. അതാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവർക്കും അത് കുഞ്ഞുങ്ങളുടെ ഭാവി ജീവിതത്തിൽ അവർക്ക് ഉത്സാഹം കൂടി ആയിരിക്കും. അവർക്ക് പ്രചോദനമാണ്. ഇവിടെ എന്നും അധ്വാനിക്കാനുള്ള, പണിയെടുക്കാനുള്ള ഒരു പ്രചോദനം ലഭിക്കും. ഇതെല്ലാം ന്യൂസ് പേപ്പറാണ്. ഇത് നമ്മുടെ ടിഷ്യൂ പേപ്പറിൽ ഉണ്ടാക്കിയതാണ്. ഇതെല്ലാം ന്യൂസ് പേപ്പർ. ഇതാണ് ന്യൂസ് പേപ്പർ. കണ്ട ഇങ്ങനെ ചുരുട്ടി. ടിഷ്യൂ പേപ്പർ ഇത്ര ഘനമുള്ള നിലയിൽ എങ്ങനെയാകുന്നത്? അത് ഓരോന്ന് ഒട്ടിച്ച് 2-3 ഒട്ടിച്ച് ഇലയുടെ ഷേപ്പിൽ കട്ട് ചെയ്ത് എടുക്കുന്നതാണ്. ഇതും ന്യൂസ് പേപ്പറാണ്. റേഡിയോ, ഇത് മൊത്തം ന്യൂസ് പേപ്പറാണ്. ഫുള്ള് ഹാർമോണിയം, ഇതെല്ലാം ന്യൂസ് പേപ്പർ ഫുള്ളാണ്. ഇതെല്ലാം ന്യൂസ് പേപ്പർ വെച്ച് ഉണ്ടാക്കിയതാണ്. ഇതുപോലെ ഒരു സൃഷ്ടി പിസ്താ തോടിലാണ് ഇപ്പൊ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന. കൂടുതലും കുറെ വർക്കുണ്ട്. അതെല്ലാം പോയി. ഇപ്പൊ ചെറിയ ഇതേ ഉള്ളു, സാമ്പിളേ ഉള്ളു. ഇതുപോലെ ഒരു സൃഷ്ടി ഉണ്ടാക്കിയെടുക്കുവാൻ എത്ര സമയം വേണ്ടിവരും? എല്ലാരും കൂടി പരിശ്രമിക്കുമ്പോൾ 2 ദിവസം വേണം. ഞങ്ങൾ എല്ലാരും കൂടി മക്കളെ കൊണ്ടാണ് നമ്മളത് ചെയ്യിപ്പിക്കുന്നത്. അവരുടെ കൈ വർക്കും മെന്റലി വർക്കും കൂടി ചെയ്യിക്കാൻ വേണ്ടി കൂടുതൽ അവരെ കൊണ്ടാണ് നമ്മൾ 2-3 വട്ടം ചെയ്യിക്കണം ഒരു സാധനം തന്നെ. ഒരു റിങ് ഒട്ടിക്കാൻ നമ്മളെ പോലെ പെട്ടെന്ന് അവര് സമയം എടുക്കത്തില്ല. ലേറ്റ് ആണ് അത്. തീർച്ചയായിട്ടും ഇതിന്റെ പിന്നിൽ പരിശീലനം കൊടുക്കുന്ന ആളുകൾക്ക്, അധ്യാപകർക്ക് വളരെ ക്ഷമ വേണം. പക്ഷെ ഇതൊരു സൃഷ്ടി അതിന്റെ പൂർത്തീകരണത്തിൽ എത്തുമ്പോൾ
നമുക്ക് വളരെ സന്തോഷവും സംതൃപ്തിയുമായി തോന്നാറില്ലേ? പിന്നെ ഒത്തിരി സന്തോഷം. ഞങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആ സന്തോഷം അറിയിക്കാൻ ഞങ്ങൾ ഇവിടെ ഡാൻസും പാട്ടുമാണ്. ഇത് പൂർത്തിയായി കഴിയുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. ഈ ഡാൻസിനുള്ള ട്രെയിനിങ് ഇവിടെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ക്രിസ്ത്യൻ സോങ്ങും പാടിപ്പിക്കുന്നുണ്ട്, ഡാൻസും പഠിക്കും. അതാരാണ് ചെയ്യുന്നത്? അത് ഞാൻ എന്നാൽ കഴിയുന്ന രീതി അവരെ പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, എന്താണ് പേര്? ആൻമരിയ. എവിടെയാ വീട്? മാന്നാറ്. ഓക്കെ. സിസ്റ്റർ ജെസ്സി റോയി എവിടെയാണ് താമസിക്കുന്നത്? ഞാൻ എടപ്പോൺ കുരിശുമൂടിനടുത്തായിട്ട് ജോസ്കോ ഹോസ്പിറ്റലിന്റെ അവിടെ നിന്ന് കുറച്ചും. ഓക്കെ. ദിവസവും ഇവിടെ വരികയും ഈ കാര്യങ്ങളൊക്കെ നേതൃത്വം വഹിക്കുകയും ചെയ്യുന്നു. ഞാൻ ഒരു 9:30 ആകുമ്പോൾ വരും. ഒരു വൈകിട്ട് 4 മണി 4:30 ആകുമ്പോൾ പോകും. ഇവിടെ പ്രത്യേകിച്ച് എന്തെങ്കിലും മീറ്റിംഗ് ഉണ്ടെങ്കിൽ ആ സമയം സ്റ്റേ ചെയ്യണമെങ്കിൽ ചെയ്യും, ഇല്ലെങ്കിൽ യൂഷ്വൽ റുട്ടീൻ അങ്ങനെയാണ്. ഈ കാര്യങ്ങളിലെല്ലാം മേൽനോട്ടം സിസ്റ്ററാണ് വഹിക്കുന്നത്. ദൈവം സഹായിക്കുന്നു അങ്ങനെ. ഓക്കെ, ദൈവം സമൃദ്ധിയായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കുഞ്ഞുങ്ങളുടെ സൃഷ്ടി അത് വളരെ ഡെവലപ്പായി അത് അവരുടെ ഭാവി ജീവിതത്തിൽ ഒരു നന്മയ്ക്ക് ഉള്ള മാർഗമായി തീരട്ടെ. അവർക്ക് വളരെ പ്രചോദനം ലഭിക്കട്ടെ. അവരുടെ ജീവിതം കരുപിടിപ്പിച്ചെടുക്കാൻ ഭൗതികത കിട്ടി എന്ന് പറഞ്ഞ ഭൗതിക നന്മകൾക്ക് ഒരു മുഖാന്തരമാകട്ടെ. അത് അവരുടെ ജീവിതത്തെ കെട്ടിപ്പടുക്കുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെ പിന്നെയും ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലാഭത്തെക്കാൾ സേവനത്തെ മുൻനിർത്തിയൊരു ദൗത്യം. ഈ പ്രസ്ഥാനം ഈ കൊല്ലൊടയിൽ വന്നത് സമൂഹത്തിന്, സൊസൈറ്റിക്ക് ഏതെല്ലാം രീതിയിൽ ഉപകാരപ്രദമായി തീരും എന്നുള്ള ഓർത്ത ഞങ്ങളെ ഈ സ്നേഹവും കരുതലും നിറഞ്ഞൊരു കുടുംബം. വൈകല്യമുള്ള കുഞ്ഞുങ്ങൾക്ക് പുതിയ പ്രതീക്ഷ. 2-3 ഒട്ടിച്ച് ഇലയുടെ ഷേപ്പിൽ കട്ട് ചെയ്ത് എടുക്കുന്നതാണ്. ഇതും ന്യൂസ് പേപ്പറാണ്. റേഡിയോ ഇതും മൊത്തം ന്യൂസ് പേപ്പറാണ്. ഫുള്ള് ഹാർമോണിയം ഇതെല്ലാം ന്യൂസ് പേപ്പർ ഫുള്ളാണ്. ഇതെല്ലാം ന്യൂസ് പേപ്പർ വെച്ച് ഉണ്ടാക്കിയതാണ്. വയോധിക പാസ്റ്റർമാർക്ക് ആത്മീയവും സാമ്പത്തികവുമായ കൈത്താങ്ങ്. കുവൈറ്റിലുള്ള ജോലിയെക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇപ്പൊ ഇതാണ്. അന്ന് എനിക്കത് ഇഷ്ടമായിരുന്നു, എങ്കിലും അതിനേക്കാളും ദൈവത്തിന്റെ ഒരു സ്നേഹം അനുഭവിപ്പാന്. പ്രകൃതിയോട് ചേർന്ന ക്യാമ്പ് അനുഭവങ്ങൾ. വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്. ഇവിടെ നിൽക്കാനും സംസാരിക്കാനും ഇറങ്ങി. അവർക്ക് പിന്നെ ഹട്ട് വേണം യൂസ് ചെയ്യാം. അവിടെ എവിടെ വേണമെങ്കിലും പോയിരുന്ന് അവരുടെ സമയം ചെലവഴിക്കാനും ഒക്കെ ആയിട്ട് സാഹചര്യങ്ങളും സാവകാശങ്ങളും ഉണ്ട്. ഫെയ്ത്ത് ഹോം ആൻഡ് ഗുഡ് എർത്ത് കൊല്ലക്കടവ്. ഈ മഹത്തായ സേവനത്തിന്റെ പിന്നിലെ കഥയറിയാൻ കാണൂ പ്രത്യേക അഭിമുഖം.